ആരും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഇതിന്റെ പക്കാ നിലപാട് മാറ്റം എന്നാ പറയുന്നത്. ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ? മോശമാണ് ഗാന്ധിക്ക്. എനിക്ക് വേണ്ടി കുറെ അണികൾ കഷ്ടപ്പെട്ട് ഞാൻ നേതാവായ ആളല്ല, അതിൽ തർക്കമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അഖിൽമാരാർ പോകുമ്പോൾ അഖിൽമാർ ഡിമാൻഡ് ചെയ്യുന്ന അക്കോമഡേഷൻ, വാട്ട് ഈസ് ദാറ്റ് അക്കോമഡേഷൻ? പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷേ ഇത് സത്യമുണ്ട്. അഖിൽമാരാർ ഒരു ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്, ബ്രിട്ടനെതിരാണല്ലോ. അപ്പൊ ബ്രിട്ടന് മാപ്പ് എഴുതി കൊടുത്ത് ബ്രിട്ടന്റെ അടിമയായിട്ട് പിന്നീട് ദേശീയ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഒക്കെ ചെയ്ത തള്ളിപ്പറയൊക്കെ ചെയ്ത സവർക്കർ ഹീറോ ആണോ നിങ്ങളുടെ? നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാൾ ഒരു തവണ മാപ്പ് കൊടുത്താൽ ഇവൻ കുഴപ്പമില്ലാത്തവനാണെങ്കിൽ ക്ഷമിച്ചേക്കാം. ബ്രിട്ടനും ക്ഷമിച്ചില്ലല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ 9 പ്രാവശ്യം എഴുതി കൊടുത്തത്. ഒരാൾ റിപ്പീറ്റ് ആയിട്ട് അഖിൽമാരാറുടെ ജനകീയ കോടതി നിങ്ങൾ പലരും കണ്ടു കാണും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചത് അയാളിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പോൾ അഖിൽമാരാറെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതോടുകൂടി പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ ഇപ്പോൾ ഇലക്ഷന് വേണ്ടി മത്സരിച്ച് അതുവഴി പല കുപ്രസിദ്ധിയൊക്കെ നേടിയ ഒരു ആളാണ് ഈ അഖിൽമാരാറ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. അഖിൽമാരാറ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അയാളുടെ ഒരു ദിവസത്തെ വരുമാനം 1.5 ലക്ഷം രൂപ വിത്ത് GST എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനു മുമ്പും അഖിൽമാരാറ് ഇങ്ങനെ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ വരുമാനത്തെ കുറിച്ചും ഇപ്പോഴും ഇത് തന്നെ പറയുന്നു. അപ്പൊ ഇതിന് പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്. അതെന്താന്ന് നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇവിടെ പറയാം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. അഖിൽമാരാർ തൻ്റെ വരുമാനത്തെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിക്കുന്നതിന് പിന്നിലുള്ള ആ മനഃശാസ്ത്രത്തിന് പറയുന്ന പേരാണ് സുപ്പീരിയോറിറ്റി ഫ്രെയിമിംഗ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ അഖിൽമാരാറെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ അഖിൽമാരാർ സാമ്പത്തികമായി തന്നെക്കാളും താഴെ തട്ടിലുള്ളവരാണെന്ന് ഇൻഡയറക്റ്റായിട്ട് പരിഹസിക്കുന്ന ഒരു രീതിയാണിത്. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ അഖിൽമാരാർ ഇൻഡയറക്റ്റായിട്ട് നമുക്കിട്ട് കുത്തുകയാണ്. വിമർശിക്കുന്നവരൊക്കെ എന്നെക്കാളും തീരെ ഒന്നിനും കൊള്ളാത്ത, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 100 രൂപക്ക് ഒരു 50 രൂപക്ക് പോലും വകയില്ലാത്ത ടീമാണല്ലോ 1.5 ലക്ഷം രൂപ ദിവസം ശമ്പളം, ദിവസം വരുമാനമുള്ള എന്നെ പരിഹസിക്കുന്നത് എന്നാണ് അഖിൽമാരാർ ഈ ഇട്ട് കുത്തുന്നത്. ഇൻഡയറക്റ്റായിട്ട് ഈ വിമർശിക്കുന്നവർക്ക് ഇട്ട് കുത്തലാണ്. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. പലരും വിചാരിക്കുന്നത് എന്താ, അഖിൽമാരാർ കുറച്ച് പൊന്തുന്ന, സ്വയം പൊങ്ങി, എനിക്ക് ഇത്രയും ലക്ഷങ്ങളുണ്ടെന്ന് സമൂഹത്തെ കാണിക്കുന്നത് ആ പൊങ്ങി എന്ന രീതിയിലാണ് പലരും ഇതെടുക്കുന്നത്. പക്ഷെ അല്ല, നിങ്ങൾക്കൊന്നും എന്നെ വിമർശിക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഞാൻ ഒരു ദിവസം ഇത്രയും ശമ്പളം വാങ്ങുന്നുണ്ട്, അത് എൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്. എന്നെക്കാളും മുകളിലായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇൻഡയറക്റ്റായിട്ട് അഖിൽമാരാർ ചോദിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആൾക്കൂട്ടം എത്ര അഖിൽമാരാറെ വിമർശിക്കുമ്പോഴും അയാളുടെ സാമ്പത്തികം പുറത്തു പറഞ്ഞ് ആൾക്കൂട്ടത്തിന്റെ വായ അടപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അയാളെ വിമർശിക്കാനുള്ള യോഗ്യത നമുക്ക് ഇല്ല എന്നാണ് അയാൾ പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് കാണിക്കുന്നത്. അതാണ് സാമ്പത്തികം എടുത്ത് പുറത്തിടുന്നത്. അത് തന്നെയാണ് അയാൾ ഇപ്പോഴും പറഞ്ഞത്. അയാൾക്ക് വിമർശനങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ എനിക്കൊരു ദിവസം 1.5 ലക്ഷം ഉണ്ടെന്ന് പറയുമ്പോൾ പലരുടെയും വായ അടഞ്ഞു പോകും. ഇങ്ങനെ ഒരാളെ വിമർശിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ, നമുക്ക് അതുപോലും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലും വരുമല്ലോ. നിങ്ങളൊക്കെ ആരാ എന്നെ വിമർശിക്കാൻ? ഞാൻ ദിവസം 1.5 ലക്ഷം രൂപ വെച്ചുണ്ടാക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് എന്നെ വിമർശിക്കാൻ എന്നാണ് നാട്ടുകാരെ അഖിൽമാരാർ നിങ്ങളോട് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കി അയാളെ വിമർശിക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് കൂടി അയാൾ നിങ്ങളോട് ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. നിങ്ങളോടിപ്പോൾ അയാൾക്ക് ഞാൻ നിങ്ങളെക്കാളും വലിയൊരുത്തനാണെന്ന് പറയാതെ ഞാൻ നിങ്ങളെക്കാളും വിജയിച്ച ഒരാളാണെന്ന് ഇതിലൂടെ പറയുന്നു. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ എത്രത്തോളം വിജയിച്ചു അല്ല സമ്പാദിച്ചു എന്നത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. എന്ന് വെച്ച് അയാൾ പറയുന്ന അഭിപ്രായത്തിനാണ് കൂടുതൽ വില, ഞാൻ ഇത്രയും ഒരു ദിവസം സമ്പാദിക്കുന്നതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിനാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാളും കൂടുതൽ വിലയുള്ളത് എന്ന് പറയുന്നത് മഹാ അബദ്ധമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. അയാൾക്ക് ഒരു ദിവസം 1.5 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ പറയുന്ന അഭിപ്രായത്തിന് വില കൂടുവോ? അങ്ങനെയൊന്നുമില്ല.
അതുമല്ല ഇയാൾ ഈ പറയുന്ന പോലെ തൻ്റെ സാമ്പത്തിക നേട്ടം അല്ല തൻ്റെ വരുമാന മാർഗം ഉപയോഗിച്ച് മറ്റുള്ളവരെ സാമ്പത്തികമായി തരം താത്തി കാണുന്ന ആ ഒരു പ്രവണതയും ഒട്ടും ശരിയല്ല. മാരാർക്ക് പൈസ ഉണ്ടാകും, പക്ഷെ വിവരം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.